പേരാവൂരിൽ ഇതാ കെ ശൈലജയും സണ്ണി ജോസഫും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു. ഇപ്പോൾ തളിപ്പറമ്പിൽ പി.കെ. ശ്യാമളയും അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. നമുക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കാം. രണ്ട് മണ്ഡലങ്ങളിലെയും സാഹചര്യം എന്ന് പരിശോധിച്ചാൽ പേരാവൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണ എന്താണ് സംഭവിച്ചത്, അതിന്റെ കണക്കുകളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം. നോക്കൂ, ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2011-ൽ 3440 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സണ്ണി ജോസഫ് ജയിച്ചതെന്ന് കാണാനാകും. 2016-ൽ അത് പക്ഷേ 7989 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2021-ൽ 3172 അത് ചുരുങ്ങുന്നതും കാണുകയാണ്. അപ്പോൾ 2011-ലും 2021-ലും 3000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് KPCC അധ്യക്ഷൻ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ കെ ശൈലജയെ പോലെ ഒരാളെത്തുമ്പോൾ അവിടെ മണ്ഡലം പിടിക്കാൻ കഴിയുമെന്നത് തന്നെയാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. നമുക്ക് വിശദമായി തന്നെ കണക്കുകളിലേക്ക് വീണ്ടും വന്നാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് UDF-ന് അവിടെ 48.07% വോട്ടാണ് ലഭിച്ചത്. അന്ന് LDF-ന് 45.12%, 3% വ്യത്യാസം മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ BJP-ക്ക് തുലോം വോട്ടുകൾ മാത്രമാണുള്ളത്. 3.47% വോട്ട് മാത്രമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഭൂരിപക്ഷം നേടിയത് സണ്ണി ജോസഫ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3440 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. 2016 ആകുമ്പോഴേക്കും 2016-ലെ കണക്ക് നോക്കിയാൽ നമുക്ക് UDF-ന് 48.10%, അതായത് വലിയ വ്യത്യാസം വോട്ടിൽ അവിടെ കാണാൻ സാധിക്കുന്നത്. LDF-ന് 42.25%, നേരിയ കുറവ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. NDA ആ സമയത്ത് വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 6.69% അവിടെ NDA വോട്ടുകളെ നമുക്ക് കാണാൻ സാധിക്കും. അന്ന് സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം 7989 ആയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് അവിടെ ലഭിച്ചത് 46.93% വോട്ടുകളാണ്. LDF-ന് ലഭിച്ചത് 44.70% വോട്ടാണ് ലഭിച്ചത്. അതായത് നേരിയ വ്യത്യാസം മാത്രമാണ് അവിടെ വോട്ടിന്റെ ശതമാനം കണക്കാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. NDAക്ക് അവിടെ 6.44% വോട്ടുകൾ. അപ്പോൾ NDAയുടെ വോട്ടുകൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഏതാണ്ട് 3% വോട്ട് വർധനയുണ്ടാകുന്നു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വോട്ടുകൾ അവിടെ NDA നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3172 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് സണ്ണി ജോസഫിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കെ ശൈലജയെ പോലൊരു കരുത്തുറ്റ സ്ഥാനാർത്ഥി എത്തുമ്പോൾ അവിടെ വിജയം നേടാൻ കഴിയുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. ഇനി നമുക്ക് പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ 3 തവണത്തെ ലോക്സഭാ കണക്കുകൾ പരിശോധിക്കാം. അതായത് പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ മണ്ഡലത്തിൽ മാത്രം എത്ര വോട്ടുകൾ UDF-ഉം LDF-ഉം ഒപ്പം NDA-യും നേടിയെന്ന് നോക്കാം. UDF-ന് 47.72% വോട്ടാണ് 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അവിടെ ആ സമയത്ത് LDF-ന് 40.95%, 7% ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിലെ മാത്രം പെർഫോമൻസ് ആണ് നമ്മൾ പറയുന്നത്. NDAക്ക് ആ സമയത്ത് 5.99% അന്ന് വോട്ടുകൾ നേടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും പേരാവൂരിൽ മാത്രം UDF വോട്ട് ശതമാനം ഉയർത്തുന്ന കാണാം. ഏതാണ്ട് 6%-ലധികം വോട്ടുകൾ UDF ഉയർത്തിയിട്ടുണ്ട്. 47.72 എന്നതിൽ നിന്നും 53.6% ഉയർത്തിയത് കാണാൻ സാധിക്കും. ആ സമയത്ത് LDF-ന്റെ വോട്ട് ശതമാനം ഏതാണ്ട് 4%-ഓളം കുറഞ്ഞ് 36.6% കുറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് NDA 2%-ഓളം വോട്ട് കൂട്ടി 7.2% കാണാൻ സാധിക്കും. ഇനി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഏതാണ്ട് 52.2% വോട്ടുകളാണ് അവിടെ നേടിയത്. LDF 44.2% വോട്ട് നേടി. അന്ന് NDA വലിയ കുതിപ്പുണ്ടാക്കി 4% വോട്ടുകൾ കൂടി അധികം നേടി 11.4% മാറ്റി. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും വലിയ വ്യത്യാസം UDF-ന്റെയും LDF-ന്റെയും വോട്ടുകളിൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും, നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആയിരിക്കും പേരാവൂരിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥിതിയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിൽ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ഇതുപോലെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് 56.13% വോട്ടാണ് LDF നേടിയത്. UDF-ന് 36.83% വോട്ടാണ്. അതായത് ഏതാണ്ട് 20%-ഓളം വോട്ടിന്റെ ലീഡ് അവിടെ LDF-ന് അവരുടെ ഉറച്ച കോട്ടയായ തളിപ്പറമ്പിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് NDA 4.5% വോട്ടാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ളത്. അന്ന് ജെയിംസ് മാത്യു MLA-യുടെ ഭൂരിപക്ഷം 27,861 വോട്ടുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വലിയ ഭൂരിപക്ഷത്തിലാണ് LDF-ന്റെ ഉറച്ച കോട്ടയായി തളിപ്പറമ്പിൽ അന്ന് വിജയം നേടുന്നത്.
2016 നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും LDFന്റെ വോട്ട് ശതമാനം ഏതാണ്ട് അതുപോലെ തന്നെ നിലനിർത്തുകയാണ്. 56.95% വോട്ടുകൾ അവിടെ LDF നേടുന്നു. UDFന് 31.56%. നോക്കൂ, ആ വ്യത്യാസം 5% വോട്ട് UDFന് കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. NDA അവിടെ വോട്ട് കൂട്ടി 5% വോട്ട് കൂട്ടി 9.22% വോട്ടുകൾ നേടി. അന്ന് ജെയിംസ് മാത്യുവിന്റെ ഭൂരിപക്ഷം ഏതാണ്ട് 40,617 ആയിരുന്നു. അദ്ദേഹം വോട്ട് ഉയർത്തുന്നതാണ് കണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും പക്ഷേ LDFന്റെ വോട്ട് ശതമാനം കുറയുന്നതാണ് നമ്മൾ കാണുന്നത്. 52.14 അത് കുറഞ്ഞു. UDF അത് 39.40 ഉയർത്തി. ഏതാണ്ട് 8% വോട്ടിന്റെ വർധന അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥിയിലൂടെ കോൺഗ്രസ് ഉയർത്തുന്നതാണ് കാണുന്നത്. NDA അന്ന് 7.33%, 2% വോട്ടിന്റെ കുറവ് അവിടെ ഉണ്ടായി. MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം അന്ന് 22,689 കുറയുന്നതാണ് നമ്മൾ കണ്ടത്. ഏതാണ്ട് പകുതിയായി കുറയുന്നതാണ് കാണുന്നത്. ഇനി നമുക്ക് തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ കൂടി പരിശോധിക്കാം. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ലോക്സഭയിലെ പെർഫോമൻസ് ആണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് LDFന് 51% വോട്ട് കിട്ടിയപ്പോൾ UDFന് 41.81% പിന്നീട് NDA അതിൽ 4.39% വോട്ടുകൾ, അന്ന് NDAക്കുള്ള വോട്ടുകൾ അത് തന്നെയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 47.04% എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. 42.14 എന്ന നിലയ്ക്ക് LDFന്റെ വോട്ട് ശതമാനം മാറുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അതിനിടയ്ക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 2019 നെക്കായിരുന്നു. അവിടെ ഏതാണ്ട് ഒരേപോലെയായിരുന്നു ഏകദേശം LDFനും UDFനും വോട്ടുകൾ. അന്ന് നെക്ക് മത്സരം തളിപ്പറമ്പ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആ വോട്ട് ശതമാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 2024 ആയപ്പോഴേക്കും പക്ഷേ അത് ഒരു 5% വ്യത്യാസം എന്ന നിലയ്ക്കാണ് തളിപ്പറമ്പിൽ മാറുന്നത് കാണുന്നത്. അപ്പോൾ ശക്തമായ വേരോട്ടമുള്ള LDFന് വലിയ പ്രതീക്ഷകളുള്ള മണ്ഡലം തന്നെയാണ് തളിപ്പറമ്പ്. അവിടെ പക്ഷേ MV ഗോവിന്ദന് ആദ്യഘട്ടത്തിൽ ജെയിംസ് മാത്യു നേടിയ ഒരു ലീഡ് ഏറ്റവും അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നേടാൻ കഴിഞ്ഞില്ല എന്നത് വസ്തുതയാണ്. അബ്ദുൾ റഷീദ് എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശക്തമായ മത്സരമാണ് അവിടെ കാഴ്ചവെക്കുകയും ചെയ്തത്. ഏതായാലും ഇനിയിപ്പോൾ PK ശ്യാമള എത്തുമ്പോൾ അവിടെ പ്രാദേശികമായ എതിർപ്പുകളുണ്ട്. എന്തായിരിക്കും തളിപ്പറമ്പിൽ നടക്കാൻ പോകുന്ന പോരാട്ടം എന്ന് കാത്തിരുന്ന് കാണണം. അബ്ദുൾ റഷീദിനെ തന്നെയാണോ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസും ഇതുപോലെ ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഇറക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പേരാവൂരും തളിപ്പറമ്പും കണ്ണൂരിലെ 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമാവുകയാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു മണ്ഡലവും ആർക്കും അത്ര ഈസി വാക്ക് ഓവർ ആവില്ല, അത്ര അപ്രാപ്യമാവുകയുമില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.